മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിന് പിന്നിൽ കനത്ത അന്തരീക്ഷ താപനിലയാണെന്ന പ്രാഥമിക നിഗമനങ്ങൾ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ തള്ളി. സ്ഥലത്ത് നടത്തിയ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാണ് കേന്ദ്ര ഏജൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ അപകടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് മറ്റ് അന്വേഷണങ്ങൾ ഊർജിതമാക്കി. സ്ഫോടനം നടന്ന മുറിയിലെ താപനില സ്ഫോടക വസ്തുക്കൾ സ്വയം കത്താൻ തക്കവിധം ഉയർന്ന നിലയിലായിരുന്നില്ലെന്നും പെസോ കണ്ടെത്തി. അതിനാൽ വെറും ചൂട് മൂലമാണ് അപകടമുണ്ടായതെന്ന വാദം ശാസ്ത്രീയമായി നിലനിൽക്കില്ല. പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഘടകങ്ങളോ നിർമ്മാണത്തിനിടയിലെ പിഴവുകളോ ആണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും അന്വേഷിക്കുന്നുണ്ട്. നിർമ്മാണ വേളയിലുണ്ടായ ഘർഷണമോ മിന്നൽ സ്ഫുരണങ്ങളോ സ്ഫോടനത്തിന് കാരണമായോ എന്നും പരിശോധിക്കുന്നു. വൈദ്യുതി തകരാറാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി. വയറിങ്ങിലെ തകരാറുകൾ, സ്വിച്ച് ബോർഡുകളിലെ ഷോർട്ട് സർക്യൂട്ട് എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇൻസ്പെക്ടറേറ്റിന്റെ അന്തിമ റിപ്പോർട്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ കളക്ടർക്കും സമർപ്പിക്കും. നിർമ്മാണശാലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ അപകടത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് കരുതുന്നത്. അതായത് അപകടം വെറും ഒരു അപകടമല്ലെന്നാണ് സർക്കാർ പോലും സംശയിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിനും സർക്കാർ മുതിരാത്തത് ഭയം കാരണമാകാം. സ്ലീപ്പിംഗ് സെല്ലുകളുടെ ശക്തി ഇതാണ് വിളിച്ചോതുന്നത്. 2006 പാറേമേക്കാവുമായി ബന്ധപ്പെട്ട് പരിസരത്ത് ഒരു വെടിക്കെട്ട് അപകടം നടന്നു. അന്ന് പൂരവും കുടമാറ്റവും ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന പൊതുവികാരമാണ് ഇന്നലത്തെ മീറ്റിംഗിൽ ഉണ്ടായത്. പാറേമേക്കാവ് ദേവസ്വം അധികൃതർ പറഞ്ഞു. മുമ്പ് 2006 വെടിക്കെട്ട് അപകടം നടന്നപ്പോൾ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും നടന്നിരുന്നതിന് സമാനമായി ഇക്കുറിയും അങ്ങനെ ചെയ്യണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നു വന്നതെന്നും പാറേമേക്കാവ് ദേവസ്വം അറിയിച്ചു. ഈ തീരുമാനങ്ങൾ ഇന്ന് നടക്കുന്ന യോഗത്തിലും അറിയിക്കും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. 2006 അപകടമുണ്ടായ സമയത്ത് കുടമാറ്റം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. വെടിക്കെട്ട് പ്രതീകാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എന്നാൽ നിർമ്മിച്ച പടക്കങ്ങൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു. 75 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. പലരുടെയും 9 മാസത്തെ പ്രവർത്തനമാണ്. അതിനാൽ ആചാരങ്ങളെല്ലാം നടത്തണമെന്നാണ് പൊതുവികാരം. പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന മുണ്ടത്തിക്കോട്ടെ ശാലയിൽ കഴിഞ്ഞ ദിവസമാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്. 14 പേർ ഇതിനകം മരിച്ചു. 12 പേർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 5 പേർക്ക് 70% പൊള്ളലുണ്ട്. ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിച്ച സ്ഫോടന പരമ്പര 2 മണിക്കൂറോളം തുടർന്നു. കേരളം തീവ്രവാദികളുടെ തലസ്ഥാനമാണെന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ കണ്ടെത്തിയിട്ടുള്ളതാണ്. രാജ്യത്ത് നടക്കുന്ന എല്ലാ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിലും മലയാളി സാന്നിധ്യമുണ്ട്. കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാർ ആയതിനാൽ ഗൂഢാലോചന സിദ്ധാന്തം പൊളിക്കും. എന്നിട്ട് കേരള മാതൃകയാണെന്ന് വീമ്പിളക്കും. കുംഭമേളക്കിടയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ച നാടാണ് നമ്മുടേത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ തീയണയും മുമ്പാണ് ലഷ്കർ ഇ ത്വയ്ബ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ബംഗളൂരു ജയിൽ തീവ്രവാദ കേസിൽ 7 പേരെ പ്രത്യേക ദേശീയ അന്വേഷണ ഏജൻസി കോടതി 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചത്. ഇതിൽ മലയാളിയായ ടി നസീർ എന്ന തടിയൻ്റെവിട നസീർ, സയ്യിദ് ഹുസൈൻ ഖാൻ, മുഹമ്മദ് ഉമർ, സയ്യിദ് തബ്രീസ് മുദാസിൽ എന്ന സയ്യിദ് മുദാസിൽ പാഷ, മുഹമ്മദ് ഫൈസൽ റബ്ബാനി, സൽമാൻ ഖാൻ എന്നിവർക്കാണ് ശിക്ഷ. NIA കേസിലെ പ്രധാന പ്രതിയായിരുന്നു LET റിക്രൂട്ട്മെന്റ് കേസിൽ ജീവപര്യന്തം തടവുകാരനും ബംഗളൂരു സ്ഫോടന പരമ്പര കേസിൽ വിചാരണ തടവുകാരനുമായ ടി നസീർ. മറ്റു വിചാരണ തടവുകാരെ തെരഞ്ഞെടുത്ത് ജയിലിലെ തന്റെ ബാരക്കിലേക്ക് മാറ്റിയിരുന്നു. ഇതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. അവർ മറ്റൊരു മതത്തിൽ ഏർപ്പെട്ടവരാണെങ്കിൽ അയാൾ അവരെ തീവ്രവാദവൽക്കരിക്കുകയും മതം മാറ്റുകയും ലഷ്കറിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ആരോപണം. 2017 മുതൽ ബംഗളൂരിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന സമയത്ത് നസീർ 8 തടവുകാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയും റിക്രൂട്ട് നടത്തുകയും ചെയ്തുവെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. സാധാരണ കോളുകളിലൂടെയും എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നസീർ സഹപ്രവർത്തകരുമായും മറ്റുള്ളവരുമായി പതിവായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും നശിപ്പിച്ചു. കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജുഡീഷ്യൽ
കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. IPC നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമം എന്നിവ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് 7 പ്രതികളെയും കോടതി ശിക്ഷിച്ചത്. ഇവർക്ക് ചുമത്തിയ ശിക്ഷകൾ ഒരേ സമയം നടപ്പിലാക്കുമെന്നും കോടതി പറഞ്ഞു. കേസിൽ NIAക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. പ്രസന്നകുമാറാണ് ഹാജരായത്. 2022 ശിവമോഗ ISIS ഭീകര ഗൂഢാലോചന കേസിൽ ഒരു പ്രതിയെ പ്രത്യേക NIA അന്വേഷണ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു. കുറ്റവാളിയായ റാഫത്ത് അലിക്ക് 6 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചു. 2025 നവംബറിൽ ഈ കേസിൽ മറ്റ് 2 പ്രതികളെയും കോടതി ശിക്ഷിക്കുകയും 6 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. NIA കുറ്റപത്രപ്രകാരം മുസാവിൻ ഹുസൈൻ, ഷാസിബ് അബ്ദുൽ മദീൻ താഹ എന്നിവർ ശിവമോഗയ്ക്കടുത്തുള്ള തീർത്ഥപള്ളിയിലും ബാംഗ്ലൂരിലും ആയിരിക്കുമ്പോൾ റാഫത്തിനെ തീവ്രവാദിയാക്കി റിക്രൂട്ട് ചെയ്തു. 2019 ഡിസംബറിൽ CAA NRC പ്രതിഷേധങ്ങൾക്കിടെ റാഫത്തും മുഹമ്മദ് ഷാരിഖും തീർത്ഥഹള്ളിയിൽ ഗ്രാഫിറ്റിയിൽ എഴുതി. 2020 ജാനുവരിയിൽ ഒരു ഓൺലൈൻ ഹാൻഡ്ലറുടെ നിർദ്ദേശപ്രകാരം റാഫത്ത് അറസ്റ്റ് ഭയന്ന് UAEയിലേക്ക് പലായനം ചെയ്തു. മറ്റ് 2 പ്രതികളായ മുഹമ്മദ് ഷാരിഖ്, മാസ് മുനീർ അഹമ്മദ് എന്നിവർ ഇസ്ലാമിക് സ്റ്റേറ്റ്, ലഷ്കർ ഇ ത്വയ്ബ, താലിബാൻ എന്നീ ഭീകര സംഘടനകളെ പിന്തുണച്ച് മംഗളൂരു നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ചുവരെഴുത്ത് നടത്തിയതായും NIA കുറ്റപത്രത്തിൽ പറയുന്നു. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് റാഫത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇത് സംഭവിച്ചത് മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന് പിറ്റേന്നാണ്. 10 കൊല്ലം മുമ്പ് ഇതുപോലൊരു ഏപ്രിൽ മാസത്തിലാണ് പരവൂർ പുറ്റിങ്ങലിൽ 110 പേരുടെ മരണത്തിനും 656 പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ വെടിക്കെട്ട് ദുരന്തമുണ്ടാകുന്നത്. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്തെ ദുരന്തം പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളെ കൂടി തിരികെ വിളിക്കുന്നു. ഇതിലും ചിലരെങ്കിലും അട്ടിമറി സംശയിക്കുന്നുണ്ട്. 2016 തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ സജീവമായിരുന്നു. രാജ്യത്ത് എവിടെ അട്ടിമറി ഉണ്ടായാലും അതിലൊരു മലയാളി കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2016 ഏപ്രിൽ 10 പുലർച്ചെ ആളും ആരവും നിറഞ്ഞ പുറ്റിങ്ങൽ ഉത്സവപ്പറമ്പ് നിലവിളികളും ഞെരക്കങ്ങളും അവശേഷിച്ച ശവപ്പറമ്പായത് നിമിഷങ്ങൾ കൊണ്ടാണ്. പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ മത്സരക്കമ്പം പേര് കേട്ടതായിരുന്നു. പടക്കവും പെരുക്കവും തുടങ്ങി ആശാന്മാരുടെ ഇഷ്ടാനുസരണം എന്ന 4ാം ഘട്ടത്തിൽ സമാപിക്കുന്ന വെടിക്കെട്ട് കാണാൻ സമീപ ജില്ലകളിൽ നിന്ന് പോലും ജനമെത്തും. അന്നും പതിവ് പോലെ നെടും കുതിരയെടുപ്പ് കഴിഞ്ഞുള്ള വെടിക്കെട്ട് കാണാൻ അർദ്ധരാത്രിയിലും ജനം പരവൂരിലേക്ക് ഒഴുകിയെത്തി. തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് കഴിഞ്ഞാൽ പുറ്റിങ്ങൽ വെടിക്കെട്ടിനെ കുറിച്ചാണ് പൂരപ്രേമികൾ പറഞ്ഞിരുന്നത്. അന്ന് രാത്രി 11:56 വെടിക്കെട്ട് തുടങ്ങി. 3 മണിക്കൂറോളം പുരുഷാരം വെടിക്കെട്ട് ആസ്വദിക്കുന്നതിനിടെ ഭൂമി പിളർന്നതുപോലെ ഉഗ്രസ്ഫോടനമുണ്ടായി. ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും ആർക്കും ഉണ്ടായില്ല. തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളും ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളുമാണ് ദുരന്തം. അപകടത്തിൽപ്പെട്ടവരുടെ ശരീരഭാഗങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും കിലോമീറ്ററുകളോളം ദൂരേക്ക് തെറിച്ചു. തിരിച്ചറിയാൻ ഒന്നും അവശേഷിക്കാത്ത ശരീരഭാഗങ്ങളാണ് അന്വേഷിച്ചെത്തിയ പല ബന്ധുക്കളെയും കാത്തിരുന്നത്.